ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ആതിര രാവിലെ മറ്റുള്ളവരുടെ കണ്ണുവെട്ടിച്ച് വൃന്ദാവനത്തിൽ നിന്ന് പുറപ്പെടുന്നു. ഇതറിയാതെ മീരയെടുത്തി രാവിലെ റൂമിലേക്ക് വന്ന് ആതിരയെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ അവിടെയെങ്ങും ആതിരയെ കാണാതായി. എവിടെ പോയിട്ടുണ്ടാകും എന്നോർത്ത് മീരയെടുത്തിയും ആശങ്കപ്പെട്ടു. തൊട്ടടുത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന ആവണിയുടെ അരികിലേക്ക് എത്തി. മോളെ ആവണി എന്ന് വിളിച്ച് മീരയെടുത്തി വിവരം അന്വേഷിക്കുന്നു. ആതിരാന്റി എവിടെ മോളെ എന്ന് അവനോട് ചോദിക്കുമ്പോ ആതിരാന്റി അവിടെ എവിടെയെങ്കിലും കാണുമോമേ, അമ്മ ഉറക്കം കളയാൻ വന്നതാണോ എന്ന് ചോദിച്ച് ആവണി ബഹളം വെച്ചു. അത് കേട്ട മീര പറഞ്ഞു, അല്ല ഇവിടെ ആതിരാന്റിയുടെ ഡ്രസ്സ് പോലും കാണുന്നില്ലല്ലോ, ബാഗ് ഒന്നും ഇവിടെ ഇരിപ്പില്ലല്ലോ, എവിടെ പോയി ആതിരാന്റി എന്ന് മീരടുത്തി അന്വേഷിച്ചതും ആവണി പറഞ്ഞു, എന്റെ അമ്മ ആ ഡ്രസ്സൊക്കെ എടുത്ത് എപ്പോഴത്തെ അപ്പുറത്തോട്ടെങ്ങാനും മാറിയിട്ടുണ്ടാവും, അമ്മ അവിടെ എവിടെയെങ്കിലും നോക്ക്, ഞാൻ കിടന്ന് ഉറങ്ങട്ടെ, ഈ അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിച്ച് ആവണി വീണ്ടും തിരിഞ്ഞു കിടന്ന് ഉറങ്ങുന്നു. ഓ, ഈ പെങ്കൊച്ച് കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ മീരെടുത്തി പുറത്തേക്ക് ഇറങ്ങി. അവിടെ എവിടെയാലും ആതിര ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ പുറത്തെല്ലായിടത്തും മീരെടുത്തി നോക്കുന്നു. അവിടെ എങ്കും തന്നെ മീരെടുത്തിക്ക് ആതിരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവസാനം ഇനി കിച്ചണിലെങ്ങാനും പോയിട്ടുണ്ടാകുമോ എന്ന പ്രതീക്ഷയിൽ മീരെടുത്തി വേഗം കിച്ചണിലേക്ക് വന്ന് നോക്കി. അവിടെയും ആരെയും കണ്ടില്ല. കിച്ചണിൽ പാവം അമ്മ മാത്രം, കമലാമ്മ മാത്രം അവിടെ നിന്ന് ജോലി ചെയ്യുന്നത് കണ്ട് മീരെടുത്തി വന്ന് കമലാമ്മയോട് പറഞ്ഞു, അമ്മ ആതിരയെ കണ്ടോ? അവളെ ഞാൻ റൂമിൽ നോക്കിയിട്ട് അവളെ കാണുന്നില്ല. അവൾ അപ്പുറത്ത് എവിടെയെങ്കിലും ഉണ്ടാവും, ഇനി ബാത്റൂമിലോ മറ്റോ പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു. ഞാൻ എല്ലായിടത്തും നോക്കിയമ്മേ, അവിടെ എങ്ങും ഇല്ല, അവളുടെ ബാഗ് പോലും ഇവിടെ കാണുന്നില്ല, അവളുടെ ഡ്രസ്സ് ഒന്നും അവിടെ ഇല്ല, അതാ ഞാൻ പറഞ്ഞത് എന്നറിയിച്ചു. അത് കേട്ടതോടെ കമലടുത്തേക്ക് ആകെ ടെൻഷനായി. ബാഗൊന്നും ഇല്ലെന്നോ, അവൾ പിന്നെ എവിടെ പോയി എന്ന് ആശങ്കയോടെ മീരയെടുത്തിയും കമലയോട് ആശങ്കയോടെ പറഞ്ഞതും മീരയെടുത്തിയുടെ സംശയം അതുപോലെ തന്നെ ആ കമലമ്മയുടെയും മനസ്സിനെ ആശങ്കപ്പെടുത്തി. വേഗം തന്നെ അവർ രണ്ടുപേരും കൂടി പുറത്തേക്ക് ഇറങ്ങി വന്നു. അപ്പോഴാണ് പതുക്കെ സിറ്റൗട്ടിലിരുന്ന ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുന്ന ദയാനന്ദ മാഷിനെ കണ്ടത്. ദയാനന്ദ മാഷിന് അടുക്കിലേക്ക് എത്തി പിന്നെടുത്ത് ചോദിച്ചു, അച്ഛൻ ആതിര ഇവിടെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അത് കേട്ടതും ദയാനന്ദ മാഷ് പറഞ്ഞു, ആതിരയോ? ഇല്ല, ഞാൻ എങ്ങും കണ്ടില്ല. എന്താ, അവൾ എവിടെ പോയി എന്ന് അന്വേഷിച്ചതും മീരെടുത്തിയോട് അവള് അപ്പുറത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു. ഇനി അഥവാ അവൾ എങ്ങോട്ട് പോയെന്ന് അറിയില്ലല്ലോ, നീ ഉടനെ അനൂപിനെ വിവരം അറിയിച്ചേ, അനൂപിനോട് ചെന്ന് പറ അവളെ കണ്ടില്ല എന്നുള്ള കാര്യം, അവൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടാക്കും എന്ന് പറയുമ്പോൾ മീരെടുത്ത് വേഗം റൂമിലേക്ക് വന്ന് അനൂപിനെ വിളിച്ചിറക്കിക്കൊണ്ടു വന്നു. അനൂപ് വന്ന് എന്താ മീര നീ പറയുന്നത് എന്ന് ചോദിച്ച് അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് എത്തി. എടാ മോനെ, അവളെ കാണുന്നില്ല, നീ ഒന്ന് വിളിച്ചു നോക്കിയേ, എത്ര നേരമായി എന്ന് ചോദിച്ചപ്പോൾ അനൂപ് ഉടനെ തന്നെ ആതിരയുടെ ഫോണിലേക്ക് വിളിച്ചു. ആതിര കോൾ എടുക്കാതായതോടെ അനൂപിനാകെ ടെൻഷനായി. അമ്മേ, വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ലല്ലോ എന്ന് അനൂപ് മറുപടി നൽകി. അപ്പോഴേക്കും ആകെ ടെൻഷനോടെ അവർക്ക് ആശങ്ക വല്ലാതായതോടെ ഇനി എന്താ ചെയ്യുക, ഇത്ര രാവിലെ അവൾ എങ്ങോട്ട് പോയി? അപ്പോഴേക്കും മീര പറഞ്ഞു, ഇനിയിപ്പോ അവള് നെല്ലിശ്ശേരിയിലേക്ക് പോയിട്ടുണ്ടാകും, അതായിരിക്കുമല്ലോ അവള് പറയാതെ കൂടി പോയത്, എന്തായാലും അച്ഛനെ ഒന്ന് വിളിച്ചു നോക്കടാ എന്ന് ഞാൻ മാഷ് അനൂപിനോട് അച്ഛനെ വിളിക്കാനായി നിർബന്ധിച്ചു. ഉടനെ അനൂപ് അച്ഛനെ ഫോണിലേക്ക് വിളിച്ചു. ഈ സമയത്ത് നെല്ലിശ്ശേരിയിൽ കുളിയെല്ലാം കഴിഞ്ഞ് രാവിലെ വിളക്കെല്ലാം കത്തിച്ചതിന് ശേഷം ന്യൂസ് പേപ്പർ എടുക്കാനായി പുറത്തേക്ക് ഇറങ്ങി വന്ന അർച്ചന പേപ്പർ എടുത്തുകൊണ്ട് അകത്തേക്ക് കയറി വരുമ്പോൾ തന്റെ റൂമിനരികിലേക്ക് എത്തുമ്പോഴാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കുന്നത്. അർച്ചന അവിടേക്ക് വന്നതും കിച്ചണിൽ ഫോൺ ഇരുന്ന് റിങ് ചെയ്യുന്നത് കേട്ടതോടെ അരികിലേക്ക് എത്തി അർച്ചന വേഗം ഫോൺ എടുത്തു. അനൂപേട്ടനോ, ഇത്ര രാവിലെ എന്താ അനൂപേട്ടൻ വിളിക്കുന്നത് എന്ന് ആലോചിച്ച് ആശങ്കയോടെ വേഗം ഫോൺ എടുത്തു. എന്താ അനൂപേട്ട, എന്താ കാര്യം, ഇപ്പൊ എന്താ അനൂപേട്ടൻ വിളിച്ചത് എന്ന് അർച്ചന അന്വേഷിച്ചതും അനൂപ് ചോദിച്ചു, ഇടിമോളെ അങ്ങോട്ട് ആതിര എത്തിയിട്ടുണ്ടോ, അതറിയാൻ ഞാൻ വിളിച്ചത് എന്ന് ചോദിച്ചു. ആതിരയോ? ഇല്ല, ഏട്ടൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോ അനൂപ് പറഞ്ഞു, അതേ മോളെ, രാവിലെ അവൾ ആരോടും പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങി, ഇവിടെ അവളുടെ ബാഗൊന്നും ഇരിപ്പില്ല, ഡ്രസ്സും ഒക്കെ ആയിട്ട് അവൾ ഇറങ്ങിയിരിക്കുന്നത്, എന്നാ തിരിച്ചങ്ങോട്ട് വന്നതെന്ന് അറിയാനാ വിളിച്ചത്, എന്തെങ്കിലും വിവരം അറിഞ്ഞ് മോള് വിളിക്കണേ എന്ന് അർച്ചനയോട് അനൂപ് ആവശ്യപ്പെട്ടു. ശരി ഏട്ടാ, ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അർച്ചന ഫോൺ വെക്കുന്നു. അർച്ചനയുടെ മനസ്സിൽ ആതിരയെ കാണാതായെന്ന് പറഞ്ഞപ്പോ പെട്ടെന്ന് അർച്ചനയുടെ മനസ്സിലേക്ക് വന്നത്, ഇനി അവന്തികടുത്തി പറഞ്ഞതുപോലെ ആതിര ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല എന്നും, അത് ഇവിടെ നിന്നല്ല, ഇനി വൃന്ദാവനത്തിൽ പോയാലും ശരി, ഈ ലോകത്ത് എവിടെ പോയാലും ശരി, അവള് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയില്ല എന്ന അനഘയുടെ ആ വെല്ലുവിളിയായിരുന്നു അർച്ചനയുടെ മനസ്സിലേക്ക് ഓടിയെത്തിയത്. അർച്ചന വേഗം തന്നെ പുറത്തേക്ക് ഇറങ്ങി വന്ന് നോക്കി. അവിടെ എവിടെയെങ്കിലും ആതിര വന്നിട്ടുണ്ടാകുമോ എന്നുള്ള പ്രതീക്ഷയിൽ അർച്ചന വന്ന് നോക്കുമ്പോൾ അവിടേക്കെങ്ങും ആതിര എത്താത്തതോടെ ആശങ്കയായി. അർച്ചന പറഞ്ഞു, ഇല്ല അനൂപേട്ട, ഇവിടെ എങ്ങും തന്നെ അവൾ വന്നിട്ടില്ല, എത്തിയാൽ ഉടനെ ഞാൻ വിളിക്കാം കേട്ടോ എന്ന് പറഞ്ഞപ്പോ അനൂപ് പറഞ്ഞു, എന്തേലും വിവരം അറിഞ്ഞ ഉടനെ വിളിക്കണേ മോളെ, അവൾ എങ്ങോട്ട് പോയെന്ന് യാതൊരു പിടിയും കിട്ടുന്നില്ല എന്ന് ആശങ്കയോടെ അനൂപ് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് നെല്ലിശ്ശേരിയുടെ ഗേറ്റ് കടന്ന് ഒരു ഓട്ടോറിക്ഷ ആ മുറ്റത്തേക്ക് വന്നു നിന്നു.
ഓട്ടോയിൽ ആതിരയെ കണ്ടതോടെ അർച്ചനയ്ക്ക് ആശ്വാസമായി. ആതിര തന്റെ ബാഗുമായിട്ട് ആ ഓട്ടോയിൽ വന്ന് അവിടേക്ക് ഇറങ്ങി. ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയതും ബാഗും എടുത്തുകൊണ്ട് ആതിര വേഗം അർച്ചനയുടെ അരികിലേക്ക് ചെന്നു. ഓട്ടോക്കാരനെ പറഞ്ഞയക്കുന്ന സമയത്ത് അർച്ചന ആതിരയെ കണ്ടതും വേഗം അനൂപേട്ടന്റെ ഫോണിലേക്ക് വിളിക്കുന്നു. ആതിര അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കുന്ന അർച്ചന അനൂപിന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് കണ്ട് ആതിര അരികിലേക്ക് ചെല്ലുമ്പോൾ അർച്ചന അനൂപിന്റെ ഫോണിലേക്ക് വിളിച്ച കോള് കണ്ടുകൊണ്ട് അനൂപേട്ടൻ കോൾ എടുത്തിട്ട് പറഞ്ഞു, ദേ അച്ചുവാ വിളിക്കുന്നത്. പെട്ടെന്ന് അറ്റൻഡ് ചെയ്തതും അനൂപിനോട് അർച്ചന പറഞ്ഞു, ഏട്ടൻ പേടിക്കണ്ട, അവളിതാ ബാഗുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഏട്ടനിനി ടെൻഷൻ ആവുമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന വിവരം അനൂപിനെ അറിയിച്ചു. അനൂപ് അതറിഞ്ഞതോടെ ആശ്വാസത്തോടെ വീട്ടിലെല്ലാവരോടും പറഞ്ഞു, ആതിര വീട്ടിലേക്ക് പോയെന്ന് നെല്ലിശ്ശേരിയിലേക്ക് ചെന്നിട്ടുണ്ടെന്നാ അച്ചു വിളിച്ചു പറഞ്ഞത്. ഇത് കേട്ടതും, അല്ല ഇത്ര വേഗം അവൾ ഇവിടെ നിന്ന് പോയത് എന്തായിരിക്കും കാര്യം എന്ന് അനൂപ് ആശങ്കയോടെ ചോദിക്കുമ്പോൾ മീര പറഞ്ഞു, അവൾക്ക് നെല്ലിശ്ശേരിയിലുള്ള സൗകര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ, അതുകൊണ്ടായിരിക്കും. എന്തായാലും ഇനി അവളെ നിർബന്ധപൂർവ്വം ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണ്ട, അവൾ അവിടെ നിന്നോട്ടെ എന്ന് മീരടുത്തി അറിയിച്ചു. മാഷ് പറഞ്ഞു, എന്തായാലും ശരി, ഇങ്ങനെ ഒരു പണി അവൾ കാണിച്ചല്ലോ, രാവിലെ തന്നെ നമ്മളോട് പറയാതെ പോയല്ലോ എന്ന ആശങ്കയായി അവർക്കെല്ലാവർക്കും. അങ്ങനെ വിഷമത്തോടെ അവർ പരസ്പരം നോക്കുന്നു. അച്ഛനും മോനും അമ്മയും കൂടി പരസ്പരം നോക്കി വെക്കുമ്പോൾ മീര അതും പറഞ്ഞ് കിച്ചണിലേക്ക് പോയി. ഈ സമയത്ത് സ്റ്റെയർ കയറി പോകാൻ തുടങ്ങുന്ന ആതിരയുടെ പിന്നാലെ അച്ഛൻ എവിടേക്ക് എത്തി. ഒന്നവിടെ നിന്നേ എന്ന് പറഞ്ഞതും ചിരിച്ചുകൊണ്ട് ആതിര തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, എന്താ ഇത്ര രാവിലെ? ഇന്നലെ വൈകിട്ട് ഇവിടെ നിന്ന് നീ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞു പോയി. അവരെല്ലാരും വന്ന് കൂട്ടിക്കൊണ്ട് വന്നത് ഒരു രാത്രി കഴിഞ്ഞതും ഇത്ര രാവിലെ തന്നെ നീ ബാഗ് എടുത്തണ്ട ഇങ്ങോട്ട് പോകുന്നത് എന്ന് അച്ഛന അന്വേഷിച്ചു. അപ്പോഴേക്കും ആതിര പറഞ്ഞു, അതിന് ഒറ്റൊരു കാര്യം മാത്രമേ ഉള്ളൂ ചേച്ചി ഉത്തരമായിട്ടുള്ള സ്നേഹം എനിക്ക് സന്ദീപിനോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഇതിന് എന്താ കാര്യമെന്ന് ഞാൻ ചേച്ചിയോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. അന്ന് അച്ചു ചേച്ചി വീട്ടിൽ വന്ന് നിന്ന ദിവസം സന്ദീപ് അന്ന് രാവിലെ തന്നെ ശശിയേട്ടൻ നേരം പുലരുന്നതിന് മുമ്പ് ചേച്ചിയെ കാണാനായിട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്നത് ഓർമ്മയില്ലേ? അത് തന്നെയാണ് ഇപ്പോഴെനിക്കും സംഭവിച്ചത്. സന്ദീപിനെ അകന്നിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല ചേച്ചി. സന്ദീപിനോടുള്ള സ്നേഹം അത് എന്റെ മനസ്സിൽ അതുപോലെ നിലനിൽക്കുന്നത് കൊണ്ട്, സന്ദീപിനോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഞാൻ ഇത്ര വേഗം മടങ്ങി വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ബാഗ് എടുത്ത് പോകുമ്പോൾ അർച്ചനയും സച്ചിയും താനും തമ്മിലുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് അനിയത്തി പറഞ്ഞത് കേട്ട് അത്രത്തോളം അടുപ്പവും സ്നേഹവും അവർക്കിടയിൽ ഉണ്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അർച്ചന കിച്ചണിലേക്ക് പോകുന്നു. പുഞ്ചിരിയോടെ അർച്ചന അവിടേക്ക് പോകുമ്പോൾ സന്ദീപിന്റെ റൂമിലെത്തി അനഘ വീണ്ടും ടെൻഷനോടെ സംസാരിച്ചു. സന്ദീപെ, ചേച്ചിയുടെ തീരുമാനവും ഇപ്പോഴത്തെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എന്റെ ആ വിവാഹം നടത്തുമെന്നുള്ള തീരുമാനത്തിൽ തന്നെ ചേച്ചി ഉറച്ചു നിൽക്കുകയാണ്. അതാണ് എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നത് എന്ന് അനഘ പറയുമ്പോൾ സന്ദീപ് പറഞ്ഞു, അനഘെ, താനിങ്ങനെ ടെൻഷൻ ആവാതെ, ഏടത്തി അങ്ങനെ നിർബന്ധം പിടിച്ചാലും താൻ വിവാഹത്തിന് സമ്മതിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത്ര വേഗമൊന്നും എന്തായാലും വിവാഹം നടത്തില്ല. പിന്നെ അർച്ചനയെടുത്തി ഇതിന് പോംവഴി ഉണ്ടാക്കാമെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് താൻ ഒരു കാര്യത്തിലും ആശങ്കപ്പെടേണ്ടതില്ല. എനിക്ക് ഉറപ്പാണ് തനിക്ക് ഇഷ്ടമില്ലാത്ത വിവാഹം ആരും നടത്തില്ലടോ. ഈ പ്രശ്നം നമുക്ക് തീർച്ചയായിട്ടും പരിഹരിക്കാൻ പറ്റും. താൻ ഒന്നുകൊണ്ടും ആശങ്കപ്പെടേണ്ട, എനിക്ക് 100% വിശ്വാസമാണ് എന്ന് സന്ദീപ് അനഘയെ പറഞ്ഞ് സമാധാനപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അനഘ സന്ദീപിന്റെ വാക്കുകൾ കേട്ട് സന്തോഷത്തോടെ പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് ആതിര വളരെ സന്തോഷത്തോടെ റൂമിലേക്ക് വന്ന് കയറിയത്. സന്ദീപും അനഘയും കൂടി അവരുടെ റൂമിൽ നിന്ന് സംസാരിക്കുന്നത് കണ്ടതോടെ ആതിരയ്ക്ക് ആകെ ദേഷ്യമാകുന്നു. ആ കാഴ്ച കണ്ടതും കലിയോടെ ആതിര നോക്കി. സന്ദീപ് പെട്ടെന്ന് വാതിക്കലേക്ക് നോക്കുമ്പോൾ അവിടെ വന്ന് തന്നെ നോക്കി നിൽക്കുന്നത് ആതിരയെ കണ്ടതോടെ സന്ദീപിനാകെ സന്തോഷം തോന്നി. സന്ദീപ് വേഗം തന്നെ ആതിരയുടെ അരികിലേക്ക് എത്തി. ഇടാ ആതിരെ, താനെന്താ ഇപ്പോ എന്നിങ്ങനെ ചോദിച്ചപ്പം, ഞാനിപ്പോ വരണ്ടായിരുന്നു അല്ലെ, ഞാൻ വന്നതാണല്ലോ പ്രശ്നമായത് അല്ലെ എന്നൊക്കെ ചോദിച്ച് ആതിര ദേഷ്യപ്പെട്ടു. ഉടനെ സന്ദീപ് ചോദിച്ചു, എടോ താനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിച്ചതും ആതിര പറഞ്ഞു, അല്ല ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്? ഇന്നലെ വൈകിട്ടേ നിന്നോട് വീട്ടിലേക്ക് വരണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ വന്നോ? ഇന്ന് രാവിലെ വരാന്നല്ലേ നീ എന്നോട് പറഞ്ഞിട്ട്? ഇത്രയും നേരമായിട്ടും നീ വരാൻ തയ്യാറായോ? അത് കേട്ട ഉടനെ സന്ദീപ് പറഞ്ഞു, ആതിരെ, താൻ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല, നേരം വെളുത്തല്ലേ ഉള്ളൂ, ഞാൻ തന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞത്. ആതിര പറഞ്ഞു, അതെ, സന്ദീപിന് നേരം വെളുത്തിട്ടില്ലായിരിക്കാം, പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നേരം വെളുത്തിട്ട് കുറെ നേരമായി. എന്തായാലും എനിക്ക് ഒരു കാര്യം സന്ദീപിനോട് പറയാനുള്ളൂ. ഭാര്യ വീട്ടിലുണ്ടെങ്കിൽ ഭാര്യയോടും കുഞ്ഞിനോടും ഒക്കെ ചില കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. ഒരു കാര്യം സന്ദീപ് മനസ്സിലാക്കൂ, എന്നെ കാണാനായിട്ട് സന്ദീപിന് വരാനായി പ്രത്യേക സമയം നോക്കേണ്ട ആവശ്യമില്ലല്ലോ, പാതിരാത്രിയിൽ പോലും എന്ന് പറഞ്ഞ് ആതിര സംസാരിച്ചു തുടങ്ങുമ്പോഴേക്കും അവിടെ നിൽക്കുന്ന അനഘയെ കണ്ടു. അപ്പോഴേക്കും ആ ഒരു സംസാരം ആതിര അവസാനിപ്പിച്ചു. പെട്ടെന്ന്
സന്ദീപ് ചോദിച്ചു. എടോ താനിങ്ങനെ ദേഷ്യപ്പെടാൻ എന്താടോ കാര്യം? ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞപ്പോ ആതിര പറഞ്ഞു, സന്ദീപേ, എനിക്ക് സന്ദീപ് എന്റെ അരികിലെത്തണമെന്നും എപ്പോഴും എന്റെ അരികിൽ തന്നെ ഉണ്ടാകണം എന്നൊക്കെ ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. എന്റെ വയറ്റിൽ കിടക്കുന്നത് നിന്റെ കുഞ്ഞാണെന്നുള്ളൊരു തോന്നലെങ്കിലും നിനക്കുണ്ടാകണം സന്ദീപേ. അത് നീ പലപ്പോഴും മറക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോ സന്ദീപ് പറഞ്ഞു, ആതിരെ, താൻ എന്തൊക്കെയാ പറയുന്നത്? ഞാൻ അതിന് എന്താ ചെയ്തെന്നാ പറയുന്നേ എന്ന് പറയുമ്പോ പെട്ടെന്ന് ആതിര ദേഷ്യത്തോടെ സന്ദീപിനോട് സംസാരിക്കുമ്പോ അനഘ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ആതിരെ, ആതിരെ, നിനക്ക് എന്താ പ്രശ്നം? നീ എന്താ ഇങ്ങനെ വല്ലാതെ ദേഷ്യപ്പെടുന്നത്? എന്തിനാ ഇങ്ങനെ വല്ലാതെ ദേഷ്യം കാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോ ആതിര കണ്ണുനീര് തുടച്ചുകൊണ്ട് വേഗം അരികിലേക്ക് എത്തി. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭർത്താവിനോടാണ്. ഞങ്ങൾ സംസാരിക്കുന്നതിൽ ഇടയിൽ കയറാൻ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? എന്ത് അവകാശമാണുള്ളത്? അതുമല്ല, നീ എന്തിനാ ഞങ്ങളുടെ റൂമിൽ നിൽക്കുന്നത്? അപ്പോഴേക്കും അനഘ പറഞ്ഞു, അത് പിന്നെ സന്ദീപിനോട് ഞാൻ കാര്യം പറയാൻ എന്ന് പറഞ്ഞു. കാര്യം പറയുന്നതൊക്കെ ഈ റൂമിന് പുറത്താണ്. അതിൽ അപ്പുറം ഈ റൂമിലേക്ക് കടന്നുള്ള കാര്യം പറച്ചിലൊന്നും വേണ്ട അനഘെ എന്ന് പറഞ്ഞതും, നിന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനല്ല ഞാൻ പറഞ്ഞത്, ഇനി അത് എന്നെ കൊണ്ട് നീ ചെയ്യിക്കണോ എന്ന് ചോദിച്ചപ്പോ അനഘ ആകെ വിഷമത്തോടെ അവിടെ നിന്ന് ഇറങ്ങുമ്പോ സന്ദീപ് അനഘെ എന്ന് പറഞ്ഞു. സന്ദീപിന്റെ മുന്നിൽ വെച്ച് അനഘയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ആതിരയുടെ സംസാരം കേട്ട് ആകെ വിഷമത്തിലാകുന്നു ആതിര. സന്ദീപ് ആതിരയുടെ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, അതെ, താൻ എന്തൊക്കെയാ ഈ പറഞ്ഞത്? അനഘയോട് എന്തൊക്കെയാ സംസാരിച്ചത് എന്ന് ചോദിച്ചപ്പോ, ഓഹോ, അത് ശരി, ഞാൻ അനഘയോട് അങ്ങനെ പറഞ്ഞതാ സന്ദീപിന് ഇപ്പൊ വിഷമമായത് അല്ലെ? എന്നാ ഈ പോയ അനഘയെ എന്നെ ഏതൊക്കെ രീതിയിൽ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് സന്ദീപിന് അറിയാവോ? എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ വിവാഹ സമയത്ത് നടന്ന സംഭവങ്ങളൊക്കെ സന്ദീപ് മറന്നുപോയോ? ഈ അനഘ ഏതൊക്കെ രീതിയിൽ എന്തെല്ലാം പറഞ്ഞ് എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. അന്ന് ഇതിനേക്കാൾ ഏറെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. അന്നത്തെ എന്റെ കരച്ചിൽ കാണാനോ എന്റെ കണ്ണുനീരൊപ്പാനോ ആരും ഉണ്ടായിരുന്നില്ല എന്ന് ആതിര വിഷമത്തോടെ സന്ദീപിനോട് പറഞ്ഞു. സന്ദീപെ, ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഞാനൊരു ഭാര്യയാണ്, ഗർഭിണിയായ ഒരു ഭാര്യ. അവളുടെ ഭർത്താവിന്റെ അരികിൽ നിന്ന് പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. പല രീതിയിലും അവൾക്കരികിലേക്ക് എത്തി അവളെ സാന്ത്വനപ്പെടുത്തുന്നതും അവളെ സ്നേഹിക്കുന്നതും അവളോടൊപ്പം നിന്ന് നിമിഷങ്ങൾ പങ്കുവെക്കുന്നതും അങ്ങനെ ഭർത്താവിന്റെ അരികിൽ നിന്ന് കുറെ കാര്യങ്ങൾ അവൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊന്നും എനിക്ക് കിട്ടാതാകുമ്പോ ശരിക്കും എനിക്ക് ദേഷ്യം വരും, എനിക്ക് സങ്കടവും കരച്ചിലും ഒക്കെ ഉണ്ടാകും എന്ന് ആതിര വിഷമത്തോടെ സന്ദീപിനോട് പറയുന്നു. ഇതെല്ലാം കേട്ട് കഴിയുമ്പോഴേക്കും സന്ദീപ് അരികിലേക്ക് എത്തിയിട്ട് പറഞ്ഞു, ആതിരെ, താൻ ഈ പറഞ്ഞൊക്കെ ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരു കാര്യം തന്നോട് എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. താൻ പറഞ്ഞതുപോലെ ഞാൻ തന്നെയും നമ്മുടെ കുഞ്ഞിനെയും മറന്നു എന്ന് മാത്രം താൻ ഒരിക്കലും പറയരുത്. അതെന്നെ വല്ലാതെ വേദനപ്പെടുത്തുന്ന കാര്യമാണ്. എടോ, എന്റെ മനസ്സിലും എന്റെ ജീവിതത്തിലും താൻ മാത്രമേ ഉള്ളൂ. തന്നെക്കുറിച്ചും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചും മാത്രമുള്ള ചിന്തകളിൽ മുഴുകിയാണ് എന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മറന്നോ നമ്മുടെ കുഞ്ഞിനെ മറന്നോ ഞാൻ ജീവിക്കുന്നെന്ന് മാത്രം താൻ പറയരുത്. പിന്നെ ഒരു കാര്യം എത്രയാണെങ്കിലും എനിക്ക് പറയാൻ കഴിയും. അത് വേറൊന്നുമല്ല, എന്റെ ജീവിതത്തിൽ ഇനി എന്തൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞാലും ശരി, എന്റെ ജീവിതത്തിൽ ആതിരെ തനിക്ക് മാത്രമേ സ്ഥാനമുണ്ടാവുകയുള്ളൂ. ഈ സന്ദീപിന്റെ ജീവിതത്തിൽ താൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് തീർച്ചയാണ്. ഈ സന്ദീപിന്റെ മരണം വരെ താൻ മാത്രമായിരിക്കും എന്റെ ഒപ്പം ഉണ്ടാവുന്നതും എനിക്ക് കൂട്ടായിട്ട് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്നതും. അതിൽ ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്ന് സന്ദീപ് ആതിരയോട് പറയുമ്പോ ആതിര പൊട്ടിക്കരയുന്നത് കണ്ട് താനിങ്ങനെ സങ്കടപ്പെടലേ എന്ന് പറഞ്ഞ് സന്ദീപ് ആതിരയെ ചേർത്ത് പിടിക്കുന്നു. സന്ദീപിന്റെ നെഞ്ചിലേക്ക് ചേർന്ന് ആതിര പൊട്ടിക്കരയുമ്പോ ആതിരയെ ചേർത്ത് പിടിച്ച് സന്ദീപ് ആതിരയെ സമാധാനിപ്പിച്ചു. ഇതേസമയം ഓഫീസിലേക്ക് പോകാനായി റെഡിയാകുന്ന സച്ചിയുടെ അരികിലേക്ക് അർച്ചന എത്തി. സച്ചി അർച്ചനയെ അരികിലേക്ക് വന്നത് കണ്ട് സച്ചി ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുമ്പോഴേക്കും അർച്ചന വളരെ സന്തോഷത്തോടെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സച്ചി പറഞ്ഞു, എടോ, ആതിരയെ വിളിച്ച് ഇനി എന്തെങ്കിലും ഇവിടുന്ന് വേണോ എന്ന് അന്വേഷിക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഞാൻ ആ വഴിയാ പോകുന്നത്, ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം എന്ന് പറഞ്ഞപ്പോ ഉടനെ സച്ചിയോട് അർച്ചന പറഞ്ഞു, ഇനി അതിന്റെ ആവശ്യമൊന്നുമില്ല. ആതിര ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. അത് കേട്ടതും സച്ചിക്ക് ആകെ അതിശയമായി. ഇത്ര രാവിലെ ആതിര ഇങ്ങ് എത്തിയെന്നോ? താൻ എന്താ ഈ പറയുന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും ഉടനെ അർച്ചന പറഞ്ഞു, അതെ സച്ചിയേട്ടാ, അവള് രാവിലെ തന്നെ ഇവിടെ എത്തി. ഞാനും ആകെ അതിശയപ്പെട്ടു പോയി. വീട്ടിൽ ആരോടും പറയാതെ അവൾ ബാഗും എടുത്ത് നേരെ ഇങ്ങ് പോരുകയാണ് ചെയ്തത്. അവൾ ഓട്ടോയിൽ വന്നിറങ്ങിയപ്പോ ഞാൻ അവളോട് ചോദിച്ചു, അല്ല എന്താ കാര്യമെന്ന്. അപ്പോ അവൾ പറഞ്ഞ എന്താണെന്നറിയാവോ? സന്ദീപിനെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിയുകയില്ല എന്ന്, സന്ദീപിനെ കാണാതിരിക്കാൻ അവൾക്കാകുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ സന്ദീപിനെ പിരിഞ്ഞ് അവൾക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൾ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയത്. ഇത് കണ്ട ഉടനെ സച്ചിയോട് അങ്ങനെ പറഞ്ഞ് അർച്ചന സച്ചിയോട് പറഞ്ഞു, അതിന് അവൾ എനിക്കൊരു ഉദാഹരണവും പറഞ്ഞു. കാരണം അന്ന് സച്ചിയേട്ടൻ എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടതിന്റെ പിറ്റേ ദിവസം അതിരാവിലെ സച്ചിയേട്ടൻ അവിടെ വന്ന് എന്നെ കണ്ടിട്ട് തിരികെ പോന്നില്ലേ, ആ കാര്യം. അതാണ് അവൾ എന്നോട് അതിന് പകരമായി ഉദാഹരണമായി പറഞ്ഞത്.
സച്ചിയേട്ടന് അന്ന് എന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയാതിരുന്ന ആ ഒരു നിമിഷത്തെക്കുറിച്ച്. എന്താ അത് ഓർമ്മയില്ല സച്ചിയേട്ടന് എന്ന് ചോദിച്ചതും സച്ചി പറഞ്ഞു, പിന്നെ അതെന്തൊരു ചോദ്യാ, ഓർമ്മയില്ലേന്നോ എന്ന് ചോദിച്ച് അർച്ചന അതിശയത്തോടെ സച്ചിയോട് പറയുമ്പോൾ സച്ചി അത് കേട്ട് അന്നത്തെ ആ ഒരു നിമിഷം ഓർക്കുന്നു. അർച്ചനയെ അന്ന് താൻ രാവിലെ പോയി കണ്ടതും അന്ന് ആ സൂര്യപ്രകാശത്തിന്റെ വെളിച്ചത്തിൽ തന്റെ മുന്നിൽ സച്ചിയേട്ടൻ വന്ന് നിൽക്കുന്നതായി അർച്ചന കണ്ണു തുറന്നപ്പോൾ കണ്ടതായി തോന്നിയതുമൊക്കെയുള്ള നിമിഷങ്ങളും അർച്ചന തന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം വീണ്ടും കിടന്നുറങ്ങിയ ആ നിമിഷത്തെക്കുറിച്ച് ഓർത്ത് സച്ചി അതെല്ലാം ആലോചിച്ച് അങ്ങനെ ബെഡിൽ അങ്ങനെ ഇരുന്നു. ഇത് കണ്ട ഉടനെ അർച്ചന അരികിൽ ഇരുന്നിട്ട് ചോദിച്ചു, സച്ചിയേട്ടൻ അന്നത്തെ കാര്യം ഓർക്കുന്നതല്ലേ? എന്നാ എനിക്കതൊന്ന് കാണണമെന്നുണ്ടായിരുന്നു, എനിക്കന്ന് സച്ചിയേട്ടനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, അതെന്താ സാധിക്കാത്തത്? കണ്ടില്ലേ ആതിര ഇപ്പൊ വന്നത്, അതുപോലെ താനിങ്ങി വരണമായിരുന്നു രാവിലെ. അത് കേട്ടതും അർച്ചന പറഞ്ഞു, അതിന് ആതിരയുടെ അത്ര ധൈര്യമൊന്നും എനിക്കില്ല സച്ചിയേട്ടാ എന്ന് പറഞ്ഞപ്പോ ശശി പറഞ്ഞു, ആര് പറഞ്ഞു? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ധൈര്യമുള്ള ഒരു സ്ത്രീ അതെന്റെ ഭാര്യ തന്നെയാണ്. അതെ, എനിക്കോ ഈ വീട്ടുകാർക്കോ ഇവിടെയുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ആപത്ത് വരാൻ പോകുന്നുവെന്ന് മനസ്സിലാക്കിയ ആ നിമിഷം ഈ നിൽക്കുന്ന ദേവി ഭദ്രകാളിയായി ഉറഞ്ഞതുള്ളും. അത് കേട്ട ഉടനെ അർച്ചന പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഇത് കണ്ടതും സച്ചി അർച്ചനയെ നോക്കി ചിരിക്കുന്നു. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന അർച്ചനയുടെ മുഖത്ത് പെട്ടെന്ന് ആ ചിരി അങ്ങ് മാഞ്ഞത് കണ്ട് സച്ചി ചോദിച്ചു, എന്തു പറ്റി? പെട്ടെന്ന് തന്റെ മുഖത്ത് വോൾട്ടേജ് ഒന്ന് കുറഞ്ഞതുപോലെ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു, സച്ചിയേട്ടാ, ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോയത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ഈ റൂമിൽ ഇതുപോലെ നമ്മളൊന്ന് ചിരിക്കുന്നത്, മനസ്സ് തുറന്ന് ചിരിക്കുകയും ഇതുപോലെ തമാശ പറഞ്ഞ് അല്ലെങ്കിൽ ഇതുപോലെ സന്തോഷത്തോടെ ഇരിക്കുകയും ചെയ്തത്. അത് കേട്ടപ്പോൾ ശശി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അർച്ചന പറഞ്ഞു, ശശിയേട്ടാ, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ആതിര ശശി സന്ദീപിന്റെ അരികിലേക്ക് വന്നതുപോലെ ഞാൻ ആലോചിച്ചത്, ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞു വന്നില്ല എങ്കിൽ പോലും നമുക്ക് ഈ സന്തോഷം ഇതുപോലെ തന്നെ നിലനിർത്തണം ശശിയേട്ടാ എന്ന് പറഞ്ഞതും ശശി ചോദിച്ചു, അതിലെ അർച്ചനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നമ്മുടെ ജീവിതത്തിൽ ഒരു കുഞ്ഞില്ല എന്ന് വെച്ച് തനിക്ക് എപ്പോഴെങ്കിലും സങ്കടം തോന്നിയിട്ടുണ്ടോ? അക്കാര്യം ഓർത്ത് തനിക്ക് വിഷമം തോന്നിയിട്ടുണ്ടോ എന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുമ്പോൾ അർച്ചന സച്ചിയിലേക്ക് ചേർന്ന് നിന്നിട്ട് സച്ചിയുടെ കയ്യിൽ അങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അർച്ചന പറഞ്ഞു, സച്ചിയേട്ടൻ ചോദിച്ചത് ശരി തന്നെയാണ്. പലപ്പോഴും എനിക്ക് നമുക്കൊരു കുഞ്ഞില്ല എന്ന കാര്യത്തിൽ എനിക്ക് സങ്കടം തോന്നിയിട്ടുണ്ട് എന്നത് സത്യം തന്നെയാണ്. പക്ഷേ സച്ചിയേട്ടാ, എന്നാലും സച്ചിയേട്ടൻ എന്നോട് കാണിക്കുന്ന ഈ സ്നേഹം, അത് നമുക്കൊരു കുഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമം മനസ്സിലേക്ക് എത്തുമ്പോൾ സച്ചിയേട്ടന് എന്നോടുള്ള ഈ സ്നേഹം ഞാൻ ഓർത്തു പോകും. അപ്പോൾ ആ സങ്കടമെല്ലാം സച്ചിയേട്ടൻ്റെ ഈ സ്നേഹത്തിൽ അങ്ങ് അലിഞ്ഞില്ലാതാകും. അതുകൊണ്ട് സച്ചിയേട്ടാ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു കുഞ്ഞ് കടന്നു വന്നില്ല എങ്കിൽ പോലും എന്നും നമ്മുടെ ഈ പരസ്പര സ്നേഹം അതെന്നും ഇതുപോലെ തന്നെ ഉണ്ടാകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഇനി ഈശ്വരൻ നമുക്ക് കുഞ്ഞിനെ തരുമ്പോൾ തരട്ടെ, അത് മതി. അല്ലാതെ അതിനെക്കുറിച്ച് ഓർത്തുള്ള ഒരു ആശങ്കയോ സങ്കടമോ ഇനി നമ്മുടെ ജീവിതത്തിൽ വേണ്ട എന്ന് അർച്ചന സച്ചിയോട് പറയുമ്പോൾ സച്ചി അർച്ചനയുടെ വാക്കുകൾ കേട്ട് ആകെ വിഷമത്തോടെ നിൽക്കുന്നു.